നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തീ പടർന്നത് അറിഞ്ഞില്ല. കുവൈത്തിലെ ഫ്ളാറ്റിൽ മരിച്ച മലയാളി കുടുംബത്തെ പുറത്തെടുത്തത് വാതിൽ തല്ലി തകർത്ത്. അബായയുടെ ഡിസൈൻ കോപ്പിയടിച്ചു. യുവസംരംഭകയ്ക്കെതിരെ നടപടിയുമായി കോടതി. ദുബായിൽ ഇന്ത്യക്കാരനായ തൊഴിലുടമ മുങ്ങി. 7 ഇന്ത്യൻ തൊഴിലാളികൾ പെരുവഴിയിൽ. 55 രാജ്യങ്ങളിൽ നിന്നുള്ള 478 നിക്ഷേപകർ. അബുദാബിയുടെ വളർച്ചയിൽ പങ്കുവഹിച്ച ഇന്ത്യക്കാരും. UAE കുതിപ്പ്. അല്പം ബ്രേക്കിട്ട സ്വർണ്ണവില. ഇൻകാസ് ഷാർജ കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണം. വീട്ടുജോലിക്കാരുടെ താമസവും ഭക്ഷണവും ഉറപ്പാക്കേണ്ടത് റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങൾ. തീ പടർന്നത് അറിഞ്ഞില്ല. കുവൈത്തിലെ ഫ്ളാറ്റിൽ മരിച്ച മലയാളി കുടുംബത്തെ പുറത്തെടുത്തത് വാതിൽ തല്ലി തകർത്ത്. കുവൈത്തിലെ ഫ്ളാറ്റിൽ AC-യിൽ നിന്ന് തീ പടർന്നുണ്ടായ വിഷപ്പുക ശ്വസിച്ച് മരിച്ച മലയാളികളെ പുറത്തെടുത്ത അഗ്നിശമന വിഭാഗം എത്തി ഫ്ളാറ്റിന്റെ വാതിൽ തല്ലി തകർത്ത് അകത്ത് കടന്നപ്പോഴേക്കും 4 പേരും മരിച്ചിരുന്നു. ഫ്ളാറ്റിലെ AC-യിൽ നിന്ന് തീ പടർന്നുണ്ടായ വിഷപ്പുക ശ്വസിച്ച് മരിച്ചത് തിരുവല്ല നീരേറ്റുപുറം സ്വദേശി മാത്യു മുളയ്ക്കൽ, ഭാര്യ ലിനി എബ്രഹാം, മകൻ ഐസക്, മകൾ ഐറിൻ എന്നിവരാണ്. കെട്ടിടത്തിൽ തീ പടർന്ന വിവരം അറിഞ്ഞ് സഹോദരി വിവരമന്വേഷിച്ചെത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. മാത്യുവിന്റെ ഫ്ളാറ്റിലാണെന്ന വിവരം അറിയുന്നത് പോലും. റോയിട്ടേഴ്സിൽ വിവരസാങ്കേതിക വിഭാഗത്തിൽ ഉദ്യോഗസ്ഥനാണ് മാത്യു. അദാൻ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സാണ് ലിനി. ഭവൻ സ്കൂളിലെ ഐറിൻ 9ാം ക്ലാസ്സിലും ഐസക് 2ാം ക്ലാസ്സിലും പഠിക്കുന്നു. ഒരു മാസത്തിനിടെ കുവൈത്തിൽ പാർപ്പിട സമുച്ചയത്തിൽ തീപടർന്ന മലയാളികൾ മരണപ്പെടുന്ന 2ാമത്തെ സംഭവമാണിത്. അവധി കഴിഞ്ഞ ഇന്നലെ വൈകുന്നേരം 5-നാണ് കുടുംബം നാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയത്. യാത്രാക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി. രാത്രി 9 മണിയോടെയാണ് തീ പടർന്നത്. ഉറക്കത്തിലായതിനാൽ ഇവർ അപകടം അറിഞ്ഞില്ലെന്നാണ് നിഗമനം. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, കുവൈത്ത്. അബായയുടെ ഡിസൈൻ കോപ്പിയടിച്ചു. യുവസംരംഭകയ്ക്കെതിരെ നടപടിയുമായി കോടതി. മനാമയിൽ സ്വന്തം സ്ഥാപനത്തിൽ താൻ നിർമ്മിക്കുന്ന സ്ത്രീകൾ ധരിക്കുന്ന അബായയുടെ ഡിസൈൻ പകർത്തി ഓൺലൈൻ വഴി മറ്റൊരു യുവസംരംഭക വിൽപ്പന നടത്തുന്നതായി ആരോപിച്ച് കേസ് നൽകിയ 60 വയസ്സുകാരിക്ക് നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധി. ബഹ്റൈൻ കോടതിയാണ് വസ്ത്ര ഡിസൈൻ പകർപ്പവകാശം ലംഘിച്ചതിന് 250 ദിനാർ പിഴ നൽകാൻ ഉത്തരവിട്ടത്. ഡിസൈൻ പകർത്തി വിൽപ്പന നടത്തിയത് 20 വയസ്സുകാരിയായ വനിതയാണ്. അവരുടെ പ്രവർത്തികൾ മൂലമുണ്ടായ ധാർമ്മിക നാശനഷ്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി മുതിർന്ന ഡിസൈനർക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചത്. അബായകൾ സ്വന്തമായി രൂപകൽപ്പന ചെയ്യുകയും സമൂഹ മാധ്യമത്തിലൂടെ വിൽപ്പന നടത്തുകയുമായിരുന്നു 60 വയസ്സുകാരിയായ സംരംഭക. അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ നിന്ന് യുവസംരംഭക അബായയുടെ ചിത്രങ്ങൾ പകർത്തി അവ തന്റേതായി അവതരിപ്പിച്ച് വിൽപ്പന നടത്തിയെന്ന് അഭിഭാഷക പറഞ്ഞു. ഡിസൈനുകൾ മോഷണം പോയതിനാൽ തന്റെ കക്ഷിക്ക് ഗണ്യമായ സാമ്പത്തിക നഷ്ടം സംഭവിച്ചുവെന്നും അത് അവരുടെ ഏക വരുമാന സ്രോതസ്സായിരുന്നുവെന്നും അഭിഭാഷക വാദിച്ചു. തുടർന്നാണ് ആശയവിനിമയ ഉപകരണങ്ങൾ ദുരുപയോഗം ചെയ്തതിന് പബ്ലിക് പ്രോസിക്യൂഷൻ യുവസംരംഭകയ്ക്കെതിരെ പിഴ ചുമത്തിയത്. നിയമലംഘനത്തിന്റെ വൈകാരികാഘാതം കോടതി അംഗീകരിച്ചു. അബായ ഡിസൈൻ പകർത്തി വിറ്റതിലെ അനൌചിത്യം തെറ്റും മുതിർന്ന ഡിസൈനറുടെ വൈകാരിക പ്രയാസത്തിനും സാമ്പത്തിക നഷ്ടത്തിനും കോടതി ഊന്നൽ നൽകിയാണ് വിധി പ്രസ്താവിച്ചതെന്ന് അഭിഭാഷക ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മനാമ. ദുബായിൽ ഇന്ത്യക്കാരനായ തൊഴിലുടമ മുങ്ങി. 7 ഇന്ത്യൻ തൊഴിലാളികൾ പെരുവഴിയിൽ. ദുബായിൽ 7 ഇന്ത്യൻ തൊഴിലാളികൾ കഴിഞ്ഞ ഒരാഴ്ചയായി ദുരിതത്തിൽ. ദുബായ് ദേറ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തമിഴ്നാട് സ്വദേശിയുടെ ടെക്നിക്കൽ സർവീസസ് കമ്പനിയിലെ പെയിന്റിംഗ് തൊഴിലാളികളായ ഇവർ തൊഴിലുടമ മുങ്ങിയതോടെ പെരുവഴിയിലായി. കനത്ത ചൂട് സഹിച്ച ഭക്ഷണം പോലുമില്ലാതെ മുഹൈസേനയിലെ തിരുവോരങ്ങളിൽ രാപ്പകൽ കഴിച്ചുകൂട്ടുന്നു. ഇതു സംബന്ധമായി ഇന്ത്യൻ കോൺസുലേറ്റിന് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് തൊഴിലാളികളായ സുരേഷ് കുമാർ പറഞ്ഞു. ദുബായ് ലേബർ കോടതിയും പരാതി നൽകിയ നടപടികൾക്കായി കാത്തിരിക്കുകയാണിവർ. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. 55 രാജ്യങ്ങളിൽ നിന്നുള്ള 478 നിക്ഷേപകർ. അബുദാബിയുടെ വളർച്ചയിൽ പങ്കുവഹിച്ച ഇന്ത്യക്കാരും. അബുദാബിയിൽ വിദേശ നിക്ഷേപത്തിൽ അബുദാബി കുതിക്കുന്നു. വിദേശികളുടെ നേരിട്ടുള്ള വ്യക്തിഗത നിക്ഷേപം $181 കോടി ഉയർന്നതായി അബുദാബി റിയൽ എസ്റ്റേറ്റ് സെന്റർ അറിയിച്ചു. ഈ വർഷം ആദ്യപാദ വാർഷിക നിക്ഷേപം മാത്രമാണിത്. റിയൽ എസ്റ്റേറ്റ് മേഖല അസാധാരണ വളർച്ച നേടുന്നതിന്റെ സൂചനയാണിതെന്ന് വിലയിരുത്തൽ. ഇന്ത്യയടക്കം 55 രാജ്യങ്ങളിൽ നിന്നുള്ള 478 നിക്ഷേപകരാണ് അബുദാബി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പണമിറക്കിയത്. വ്യക്തിഗത നിക്ഷേപകരിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട്. റഷ്യ, കാനഡ, UK, ജോർദാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള
താൽപര്യമുള്ളവരാണ് മറ്റ് നിക്ഷേപകർ. സംരംഭകർക്ക് നിരവധി ആനുകൂല്യങ്ങളും അബുദാബി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വർഷം ആദ്യം 6070 ഇടപാടുകളിലൂടെ 1940 കോടി ദിർഹത്തിന്റെ വ്യാപാരം നടന്നു. 660 കോടി ദിർഹത്തിന്റെ ഭൂപണയ ഇടപാടുകളും രംഗത്തുണ്ടായി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. UAE-യിൽ കുതിപ്പ്, അല്പം ബ്രേക്കിട്ട സ്വർണ്ണവില. ദുബായിൽ കുതിപ്പിൽ അല്പം ബ്രേക്കിട്ട് സ്വർണ്ണവില. ഗ്രാമിന് 5 ദിർഹമാണ് ഇന്നലെ ഇടിഞ്ഞത്. ബുധനാഴ്ച 24 കാരറ്റ് സ്വർണം ഗ്രാമിന് 300 ദിർഹം വരെ എത്തിയത് ഇന്നലെ 293.5 ദിർഹമായി കുറഞ്ഞു. 22 കാരറ്റ് 271.75 ദിർഹവും 21 കാരറ്റ് 263.25 ദിർഹവും 18 കാരറ്റ് 222.50 ദിർഹവുമായി. US ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് സെപ്റ്റംബറിൽ കുറയുമെന്ന അഭ്യൂഹത്തെ തുടർന്ന് ഡോളറിൽ നിക്ഷേപിച്ചവരടക്കം സ്വർണ്ണത്തിലേക്ക് മാറിയതാണ് ലോകമെമ്പാടും സ്വർണ്ണവില ഉയർത്തിയത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലാണ് ആളുകൾ സ്വർണ്ണത്തിൽ പണം മുടക്കുന്നതെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. സെപ്റ്റംബർ വരെയും സ്വർണ്ണവിലയിൽ വലിയ മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. വില കയറാനുള്ള സാധ്യതയും പ്രവചിക്കുന്നു. മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറികൾ ഓണവിപണി ലക്ഷ്യമിട്ട് സ്വർണ്ണത്തിന് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നിശ്ചിത തുക അഡ്വാൻസായി നൽകി അന്നത്തെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. പിന്നീട് വില ഉയർന്നാലും മുൻകൂട്ടി ബുക്കിംഗ് ഉള്ളതിനാൽ ബാധിക്കില്ല. അതേസമയം വില കുറഞ്ഞാൽ താഴ്ന്ന വിലയിൽ വാങ്ങാം. ഇത്തവണ സെപ്റ്റംബറിലാണ് ഓണം. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് പ്രഖ്യാപിക്കുന്നതും സെപ്റ്റംബറിലാണ്. വില വർധനയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാനാണ് ജ്വല്ലറികൾ ഉപദേശിക്കുന്നത്. വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും 1.5 ലക്ഷം രൂപയിൽ താഴേക്ക് പോയിട്ടില്ല. യുദ്ധങ്ങൾ, ചില രാജ്യങ്ങളിലെ രാഷ്ട്രീയ അസ്ഥിരത തുടങ്ങിയ സാഹചര്യങ്ങൾ സ്വർണ്ണ വിപണിക്ക് അനുകൂലമായെന്നാണ് വിലയിരുത്തൽ. സുരക്ഷിത നിക്ഷേപമായി ലോകരാജ്യങ്ങൾ സ്വർണം തിരഞ്ഞെടുത്തതും വൻകിട സാമ്പത്തിക ശക്തികൾ സ്വർണ്ണത്തിൽ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുന്നതും സ്വർണ്ണത്തിന് നേട്ടമായി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഇൻകാസ് ഷാർജ കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണം. ഷാർജയിൽ ഇൻകാസ് ഷാർജ കമ്മിറ്റി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികം ആചരിച്ചു. ഇൻകാസ് UAE പ്രസിഡന്റ് സുനിൽ അസീസ് ഉദ്ഘാടനം ചെയ്തു. ആക്ടിംഗ് പ്രസിഡന്റ് ബാബു വർഗീസ് അധ്യക്ഷനായി. ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായി 10 കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഇൻകാസ് UAE കമ്മിറ്റി വഹിക്കുമെന്ന് സുനിൽ അസീസ് പറഞ്ഞു. ഷാർജ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ഷാജി ജോർജ് അനുസ്മരണ പ്രസംഗം നടത്തി. ജനറൽ സെക്രട്ടറി SM ജാബിർ, ബിജു എബ്രഹാം, ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ, ജനറൽ സെക്രട്ടറി P ശ്രീപ്രകാശ്, രജി പാപ്പച്ചൻ, ഹരിലാൽ, നാരായണൻ നായർ, സന്തോഷ് നായർ, RP മുരളി, അബ്ദുൽ ഹമീദ്, PM ജോസ്, നവാസ് തേക്കട എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ഷാർജ. വീട്ടുജോലിക്കാരുടെ താമസവും ഭക്ഷണവും ഉറപ്പാക്കേണ്ടത് റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങൾ. രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന വീട്ടുജോലിക്കാർക്ക് താമസവും ഭക്ഷണവും ഉറപ്പാക്കേണ്ടത് റിക്രൂട്ടിംഗ് കാര്യാലയങ്ങളെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. തൊഴിലാളികളെ നേരിട്ട് നിയമിച്ച സ്ഥാപനങ്ങൾക്കും ഇടനിലക്കാരായ ഏജൻസികൾക്കും ഉത്തരവാദിത്തമുണ്ട്. രാജ്യത്തെത്തിയ തൊഴിലാളികളുടെ നിയമന നടപടികൾ 30 ദിവസത്തിനകം പൂർത്തിയാക്കണം. തൊഴിൽ കരാർ കാലത്ത് അവരുടെ താമസവും ഭക്ഷണവും സ്ഥാപനങ്ങൾ ഉറപ്പാക്കണം. നിയമനം നൽകിയ ശേഷം തൊഴിലാളി ജോലി ചെയ്യാൻ വിസമ്മതിച്ചാൽ റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങൾക്ക് തിരിച്ചയക്കും. വൈദ്യപരിശോധനയിൽ രോഗം കണ്ടെത്തിയാലും ജോലിക്ക് പ്രാപ്തിയില്ലെങ്കിലും തൊഴിലുടമ ഇവരെ റിക്രൂട്ടിംഗ് ഓഫീസുകളിലേക്കാണ് തിരിച്ചുവിടുക. തൊഴിലാളികളുടെ വൈദ്യസുരക്ഷാ റിപ്പോർട്ടുകൾ തൃപ്തികരമല്ലെങ്കിലും റിക്രൂട്ട് ചെയ്ത ഏജൻസികൾ തിരിച്ചയക്കാൻ തുടർ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. രാജ്യത്തേക്ക് വീട്ടുജോലിക്കാരെ കൊണ്ടുവരാൻ അനുമതി ലഭിച്ച റിക്രൂട്ടിംഗ് സെന്ററുകളുടെ എണ്ണം 109 ഉയർന്നു. ഇതിൽ 37 സെന്ററുകളും അബുദാബിയിലാണ്. ഗാർഹിക തൊഴിലാളികളുടെയും സ്പോൺസർമാരുടെയും അവകാശങ്ങൾ ഹനിക്കപ്പെടാതിരിക്കാൻ അംഗീകാരമുള്ള ഏജൻസികൾ മാത്രം നിയമനം നടത്തണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. UAE-യിലേക്ക് തൊഴിലാളികളെ കൊണ്ടുവരുന്നതിന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിൽ നിന്ന് ലൈസൻസ് നേടണം. നിയമം ലംഘിച്ച് പ്രവർത്തിച്ചാൽ 1 വർഷത്തിൽ കുറയാതെ തടവും 2 ലക്ഷം മുതൽ 10 ലക്ഷം ദിർഹം വരെ പിഴയുമാണ് ശിക്ഷ. സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലേക്കായും വീട്ടുജോലിക്കാരെ അനുമതി കൂടാതെ റിക്രൂട്ട് ചെയ്താലും ഇതേ ശിക്ഷ ലഭിക്കും. തൊഴിൽ രംഗത്ത് പെർമിറ്റില്ലാതെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവരും പാർട്ട് ടൈം ജോലിക്കാരെ അനധികൃതമായി നിയമിക്കുന്നവരും ഈ നിയമപരിധിയിലാകും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.